നിലവിൽ കേരളത്തിൽ മഴക്കെടുതി മൂലമുള്ള വെള്ളപ്പൊക്കവും ദുരിതങ്ങളും തുടരുകയാണ്. ഈ അടിയന്തര സാഹചര്യത്തിൽ വെള്ളം ഇറങ്ങി വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും തിരികെ പ്രവേശിക്കുമ്പോൾ നാം അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വെള്ളം ഇറങ്ങിയ ഉടനെ തന്നെ തിരക്കിട്ട് അകത്തേക്ക് പ്രവേശിക്കരുത്. ആദ്യമായി പ്രധാന വൈദ്യുതി ബന്ധം പൂർണ്ണമായും ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് നാം ഉറപ്പുവരുത്തുക. വയറിംഗ് പരിശോധിക്കാൻ ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യന്റെ സേവനം തേടുന്നതാണ് ഏറ്റവും ഉചിതം. കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടോ എന്നും ഗ്യാസ് ചോർച്ചയുണ്ടോ എന്നുമുള്ള പരിശോധനയും ആവശ്യമാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ റബ്ബർ ഗംബൂട്ട്, കട്ടിയുള്ള റബ്ബർ കയ്യുറകൾ, മാസ്ക്, കണ്ണട, ശരീരം പൂർണ്ണമായി മൂടുന്ന വസ്ത്രങ്ങൾ എന്നിവ നിർബന്ധമായും ധരിക്കണം. ശരീരത്തിൽ മുറിവുള്ളവർ മലിനജലവുമായുള്ള സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കുക. ചെളിവെള്ളവുമായി ഇടപഴകേണ്ടി വന്നാൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം എലിപ്പനി പ്രതിരോധ ഔഷധം കഴിക്കേണ്ടതാണ്. വീടുകളിലെ വെള്ളവും ചെളിയും പമ്പ് ചെയ്തോ അല്ലാതെയോ നീക്കം ചെയ്യുക. വെള്ളത്തിൽ മുങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, തുറന്ന പാക്കറ്റുകളിലെ പലവ്യഞ്ജനങ്ങൾ, കേടായ മെത്തകൾ, തലയണകൾ, പൂപ്പൽ ബാധിച്ച വസ്തുക്കൾ എന്നിവ യാതൊരു കാരണവശാലും ഉപയോഗിക്കാതെ അവയെല്ലാം സുരക്ഷിതമായി ഒഴിവാക്കുക. ചെളിയും അഴുക്കും പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം മാത്രമേ അണുനശീകരണം നടത്താവൂ. ചെളിക്ക് മുകളിൽ നേരിട്ട് ബ്ലീച്ചിംഗ് പൗഡർ വിതറുന്നത് ഫലപ്രദമല്ലെന്നതാണ് കാരണം. കേരള ആരോഗ്യ വകുപ്പിന്റെ പ്രളയാനന്തര മാർഗനിർദ്ദേശപ്രകാരം 10 ലിറ്റർ വെള്ളത്തിന് 150 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡറും 2-3 ടീസ്പൂൺ സോപ്പ് പൊടിയും ചേർത്ത DCS ലായനി ഉപയോഗിച്ച് മേൽക്കൂരയ്ക്ക് താഴെ എന്ന ക്രമത്തിൽ ചുമരുകളും നിലവും കഴുകി വൃത്തിയാക്കുക. ആസിഡ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനർ ഒരിക്കലും ബ്ലീച്ചിംഗ് പൗഡറുമായി കലർത്തരുത്. ഇത് വിഷവാതകങ്ങൾക്ക് കാരണമായേക്കാം. വെള്ളം കയറിയ പാത്രങ്ങൾ സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കഴുകിയ ശേഷം കുറഞ്ഞത് 10 മുതൽ 15 മിനിറ്റ് വരെ തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിവെച്ച് അണുവിമുക്തമാക്കണം. കുടിവെള്ള ടാങ്കുകൾ വൃത്തിയാക്കി സൂപ്പർ ക്ലോറിനേഷൻ നടത്തണം. പ്രളയബാധിത പ്രദേശങ്ങളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. പരിസര ശുചീകരണത്തിന് ശേഷം ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടേണ്ടതാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പനി, തലവേദന, കണ്ണിന് ചുവപ്പ്, പേശിവേദന, ഛർദി, വയറിളക്കം, മഞ്ഞപ്പിത്ത ലക്ഷണം അല്ലെങ്കിൽ മുറിവുകളിൽ പഴുപ്പ് എന്നിവ ഉണ്ടായാൽ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയെ സമീപിക്കുക.